ഇസ്രയേൽ യുദ്ധം നേരിടുകയാണ്. അത് സൈനികമായ യുദ്ധമാണ്. എന്നാൽ രാഷ്ട്രീയമായ ഒരു യുദ്ധവും ഇസ്രയേൽ നേരിടുന്നുണ്ട്. ഇസ്രയേലിനെതിരെ ആശയപരമായി രാഷ്ട്രീയം പറഞ്ഞ് ഇസ്രയേലിനെ അപഹസിക്കുകയും അപമാനിക്കുകയും ഇസ്രയേൽ ഭീകര രാഷ്ട്രമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ. നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായിട്ട് പിടിക്കണമെന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്നത്. ഇതൊക്കെ രാഷ്ട്രീയമായ യുദ്ധമാണ് ഇസ്രയേലിനെതിരെ. നെതന്യാഹുവിനെതിരെയുള്ള യുദ്ധമല്ല. നെതന്യാഹു ആ യുദ്ധം നയിക്കുന്നു എന്നതുകൊണ്ടാണ് നെതന്യാഹു ശത്രുവാകുന്നത്. മോദി ഇന്ത്യയെ നയിക്കുന്നു എന്നതുകൊണ്ടാണ് മോദി ഇന്ത്യയുടെ ലോകത്തുള്ള പലരുടെയും ശത്രുവാകുന്നത്, ഇന്ത്യയിൽ ഉള്ള പലരുടെയും ശത്രുവാകുന്നത് എന്ന് പറയുന്ന പോലെ ഇസ്രയേലിനെ രാഷ്ട്രീയമായി നേരിടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇസ്രയേലിനെ വല്ലാതെ വേദനിച്ചിരിക്കുന്നത് മാർപ്പാപ്പ ഇസ്രയേലിനെ രാഷ്ട്രീയമായി നേരിടുന്നതാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രഹരങ്ങളാണ് അഭിവന്ദ്യനായ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയുടെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയാണെന്ന് പറയുന്നു. ഒരു ജനതയെ തുടച്ചു നീക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഇസ്രയേലികൾ എങ്ങനെയാണ് ലോകത്തെമ്പാടും അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയി ചിതറിപ്പോയതെന്ന് പാപ്പ ചരിത്രത്തിൻ്റെ ഏടുകളൊന്നും മറിച്ച് നോക്കിയാൽ അറിയാം. മാർപ്പാപ്പയ്ക്ക് അറിഞ്ഞുകൂടാത്തതൊന്നുമല്ല. ഒരുപാട് മാർപ്പാപ്പമാർ ഇസ്രയേലിനെ യഹൂദന്മാരെ സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ചിതറിപ്പോയൊരു ജനതയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ദൈവം ഇസ്രയേലിന് വാഗ്ദാനം ചെയ്ത ഭൂമിയാണത്, അല്ലേ? തേനും പാലിലും ഒഴുകുന്ന കനാൻ ദേശം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതും പാപ്പയ്ക്കറിയാം. അത് നഷ്ടപ്പെട്ട് ലോകത്തെമ്പാടും പീഡിപ്പിക്കപ്പെടുകയും ഇരയാവുകയും ചെയ്ത ഒരു വലിയ ജനത അവർ തിരിച്ചു പിടിച്ച് പണം കൊടുത്തു വാങ്ങി അവർ സ്വരുക്കൂട്ടിയെടുത്ത ഒരു രാജ്യം വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുമ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിരോധമാണ് കാണുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്കാണ് പാപ്പ ഇസ്രയേലിനോടൊരു സഹാനുഭൂതി ഇല്ലാതെ, ഇസ്രയേൽ എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചടിക്കുന്നു എന്നത് ആലോചിക്കാതെ, ഇസ്രയേലിനെ വല്ലാതെ ഉപദ്രവിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്നത് പോലെ പാപ്പ പലതും പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കാണുന്ന ഒരുപാട് ക്രൈസ്തവ സുഹൃത്തുക്കൾ വന്നിട്ട് പറയാറുണ്ട്, ഇപ്പോഴത്തെ മാർപ്പാപ്പ അർജൻറ്റീനക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പഴയൊരു കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴും ബാക്കിയുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ലോകത്തെമ്പാടും ഇസ്ലാമിസ്റ്റുകളോട് വലിയ സ്നേഹമാണ്. അതൊന്ന് ചിലരൊക്കെ വന്നിട്ട് താഴെ കമൻ്റ് ഇടും, പാപ്പയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇയാൾ അന്തിക്രിസ്തുവാണ് എന്നൊക്കെ. നമുക്കൊന്നും ആ അഭിപ്രായമൊന്നുമില്ല. ഒരുപാട് ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിനായ ആളുകൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനെ പോലെ കാണുന്ന ഒരു ഉന്നതമായ പദവിയാണ് പാപ്പ. അപ്പോൾ പാപ്പ ഇസ്രയേലിന് എതിരാണ്, തർക്കമൊന്നുമില്ല. ഇസ്രയേലിനെതിരാണ്, ജൂതന്മാർക്കെതിരാണ്. പാപ്പ ലോകത്തെമ്പാടുമുള്ള കഷ്ടപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിമുകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. റോഹിംഗ്യൻസ് പാപ്പയുടെ പ്രശ്നമാണ്. അവരെ എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ, അഭയാർത്ഥികളായി വരുന്നവരെ വാതിൽ തുറന്ന് സ്വീകരിക്കണമെന്ന് പാപ്പ പറയുന്നുണ്ട്. എന്നാൽ അവരെ ക്രൈസ്തവ രാജ്യങ്ങളല്ല, യൂറോപ്യൻ രാജ്യങ്ങളല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കണം. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ അവിടെ നിന്ന് നാട്ടിപ്പായിക്കപ്പെട്ടാൽ അവരെ പ്രാഥമികമായും അഭയം നൽകേണ്ട ഒരു ബാധ്യത ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൂടിയുണ്ട് എന്ന് പോലും, കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മാത്രമാണെന്ന് പാപ്പ പറയണ്ട, അവർക്ക് കൂടി ഉണ്ടെന്ന് പോലും പാപ്പ പറയുന്നില്ല. അങ്ങനെയുള്ള പാപ്പ വല്ലാതെ ഇസ്രയേലിനെ വിഷമിപ്പിക്കുന്നുണ്ട്, നെതന്യാഹുവിനെ വിഷമിപ്പിക്കുന്നുണ്ട്, ഇസ്രയേലിനെ വിഷമിപ്പിക്കുന്നുണ്ട്, ജൂതന്മാരെ വിഷമിപ്പിക്കുന്നുണ്ട്. ജൂതന്മാരെയും ഇസ്രയേലികളെയും പാപ്പ ഇങ്ങനെ പറഞ്ഞ് തള്ളിപ്പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പോലും പാപ്പയെ വിശ്വസിക്കുന്ന കത്തോലിക്കർ ഉൾപ്പെടെയുള്ള സഭാവിശ്വാസികൾക്കും വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തലേദിവസം പാപ്പയുടെ വത്തിക്കാനിലെ ഒരു കാര്യം നമുക്ക് പറയാം, അല്ലേ? അതായത് വത്തിക്കാനിൽ ഒരു 10 ദിവസം മുമ്പ് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പാപ്പയെ പോയി കണ്ടിരുന്നു. 2021 പാപ്പയെ കണ്ടിരുന്നു. ഇടയ്ക്ക് പാപ്പയെ കാണുന്ന ഒരാളാണ് മഹ്മൂദ് അബ്ബാസ്. ഇപ്പൊ കണ്ടതിലിപ്പോ ഇതുപോലെയുള്ള പാപ്പ എടുക്കുന്ന നിലപാടുകളിൽ നന്ദി പറഞ്ഞ് കൈമുത്താനായിരിക്കും പോയത്. അതെ, അതിനു വേണ്ടിയാണ് പോയത്. അരമണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരു മെമൻഡോ അങ്ങോട്ട് കൊടുത്തു മഹ്മൂദ് അബ്ബാസിന് പാപ്പ. അതിൽ പറഞ്ഞിരുന്നു, ഒരു വാചകം എഴുതിയിരുന്നു, സമാധാനം ഒരു ലോലമായ പുഷ്പമാണ്, പീസ് ഈസ് എ ഫ്രജൈൽ ഫ്ലവർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഹ്മൂദ് അബ്ബാസിനെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് വേറെ മോൺസിഞ്ഞോർ കർദിനാൾ, വേറെ കാര്യങ്ങളൊക്കെ വത്തിക്കാനിൽ നോക്കുന്ന അവരൊക്കെ ഒരു ആത്മീയ പുരുഷൻ മാത്രമല്ലല്ലോ, ഒരു ഭരണാധികാരി കൂടിയാണ്. അതെ, അപ്പം വേറെ ചർച്ചകളൊക്കെ മഹ്മൂദ് അബ്ബാസിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്തൊക്കെയോ അണിയറയിലുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷേ
ഈ മഹ്മൂദ് അബ്ബാസ് പലസ്തീൻ ജനതയെ പ്രതിനിധീകരിക്കുന്നു എന്നാണല്ലോ പാപ്പ വിചാരിച്ചിട്ടുണ്ടാവുക മഹ്മൂദ് അബ്ബാസ് മുമ്പിൽ ചെല്ലുമ്പോൾ. പക്ഷേ അതുകൊണ്ടാണ് ഈ ഗാസയിൽ നടക്കുന്ന ക്രൂരത എന്നൊക്കെ ക്രിസ്മസ് സന്ദേശത്തിലൊക്കെ പറയുന്നത്. പാപ്പയുടെ ഒരു ആത്മകഥ ഹോപ്പ് എന്ന് പറഞ്ഞ വരാൻ പോകുന്നു. ഇറ്റാലിയൻ പത്രത്തിൽ അതിന്റെ ചില ഭാഗങ്ങൾ വന്നു. അത് വന്നു. അത് ഇംഗ്ലീഷ് വന്ന ഭാഗം ഇറാഖിൽ വെച്ച് ഇസ്ലാമിക തീവ്രവാദികൾ കൊല്ലാൻ ശ്രമിച്ചു. ഒരു സ്ത്രീ എക്സ്പ്ലോസീവ് ഒക്കെ ധരിച്ച് പാപ്പയെ കൊല്ലാനായിട്ട് വരുന്നു എന്ന് വിമാനം ഇറങ്ങിയ പാടെ ഇറാഖിലെ പോലീസ് പറഞ്ഞു എന്നാണ് പാപ്പ എഴുതിയിരിക്കുന്നത്. അതെ അതെ അതെ. അടുത്ത ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോ അവരെ ഉന്മൂലനം ചെയ്തു എന്ന് സെക്യൂരിറ്റി ഭടന്മാർ പറഞ്ഞു എന്നും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അത് ഇംഗ്ലീഷിലൊന്നും വന്നിട്ടില്ല, സ്പാനിഷിലൊക്കെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും ഈ ഗാസയിലെ കുരുതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. പക്ഷെ പാപ്പയുടെ മുമ്പിൽ പോയിരുന്ന ഈ മഹ്മൂദ് അബ്ബാസ് അദ്ദേഹം ഇസ്രയേലിൻ്റെ ചാരനാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പലസ്തീൻ അനുകൂല, ഞാൻ കണ്ടത് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ, അൽ മോണിറ്റർ, അത്യാവശ്യം പ്രൊഫഷണൽ മാധ്യമങ്ങളാണിത്, അവർ കുറേ വിശദാംശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഫണ്ട് മേടിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫത്ത. അതിൻ്റെ നേതാവാണ് മഹ്മൂദ് അബ്ബാസ്. അയാളാണ് പലസ്തീൻ മറ്റേ. അത് ശരിയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഫത്ത ഈ ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേലിലെ യുദ്ധം ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇന്ന് വരെ ഇറക്കിയിട്ടില്ല. ഇല്ല, ഫത്ത മിണ്ടുന്നില്ല. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഒന്നും മിണ്ടില്ല. മാത്രമല്ല ഞാനിപ്പോൾ ആലോചിക്കുവാണേ, ഈ ഫത്തയുടെ നേതാവ് ഇസ്രായേലിന്റെ ചാരൻ, മൊസാദിന്റെ ചാരൻ അല്ലേ? അങ്ങനെ പാപ്പ ഒന്നും ഇസ്രായേലിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല, പിന്നെ ഇസ്രായേലിനോടാ കളി. ഗാസയിൽ നിന്നൊരാൾ വന്നിരിക്കുന്നു നമുക്ക്, എന്നിട്ട് അതിന് മുമ്പ് ഈ മഹ്മൂദ് അബ്ബാസ് ചെല്ലുന്നതിന് മുമ്പ് ഉണ്ണിയേശോ മറ്റേ പുൽക്കൂട്ടിൽ കഫിയെ കിടക്കുന്നത് പാപ്പ അടുത്തിരിക്കുന്ന ചിത്രം വന്നു, ഞെട്ടിപ്പോയി വന്നു. അതെ, അങ്ങനെയൊക്കെ വന്നു. അപ്പൊ ഈ മഹ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞ ആള് സത്യത്തിൽ പലസ്തീൻ ജനതയെ പ്രതിനിധീകരിക്കുന്നില്ല മഹ്മൂദ് അബ്ബാസ്. അതാണ് ഇപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിക്കോട്ടെ, പക്ഷേ കഴിഞ്ഞ ദിവസം ഇയാളുടെ സംഘടന പലസ്തീൻ അതോറിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ജെനിൻ എന്ന് പറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുണ്ട്. മുമ്പത്തെ അഭയാർത്ഥികളായിരുന്ന ആളുകളുടെയൊക്കെ മക്കളൊക്കെ തന്നെയാണ്. പലരും അഭയാർത്ഥി ക്യാമ്പുകളിലാണല്ലോ പലസ്തീനിലൊക്കെ ജനിക്കുന്നത്. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് പലസ്തീൻ അതോറിറ്റി, ഈ മഹ്മൂദ് അബ്ബാസിൻ്റെ സംഘടന ഈ ജെനിൻ എന്ന് പറഞ്ഞ അഭയാർത്ഥി ക്യാമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിച്ചു. നിരായുധനായ ഒരു യുവാവ് റബിയൽ ഷലാബി 19 വയസ്സുള്ള ആളെ കൊന്നു. മുഹമ്മദ് അൽ അമർ എന്ന് പറഞ്ഞ് 13 വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്നു. ജെനിൻ ബ്രിഗേഡ്സ് കമാൻഡർ യാസിർ ജെയ്സിയെ കൊന്നു. പലസ്തീൻകാർ തന്നെ പലസ്തീൻകാരെ കൊല്ലുന്നു, അവിടെ കൊന്നു. ഇസ്രയേലിനെ വെട്ടിച്ച് അവിടെ പോരാട്ടമൊക്കെ സംഘടിപ്പിച്ചിരുന്ന ആളാണ് ഈ യസീദ് ജെയ്സി, മറ്റേ ജെനിൻ ബ്രിഗേഡ്സ് കമാൻഡർ. അയാളെയും ശരിപ്പെടുത്തി. അയാളാണ് ഈ ആളുകളെയൊക്കെ ഇസ്രയേലിനെതിരെ തടുത്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. അയാളെയും കൊന്നു. മഹ്മൂദ് അബ്ബാസിൻ്റെ സംഘടനയും സേനയും ഒക്കെ ചേർന്ന് പലസ്തീൻകാരെ ഏകോപിപ്പിച്ചു കൊണ്ടിരുന്ന ആളാണ് ആ കമാൻഡർ. അയാളെ ഇസ്രയേൽ അല്ല കൊന്നത്, മഹ്മൂദ് അബ്ബാസിൻ്റെ സംഘം പലസ്തീൻ അതോറിറ്റി ആണ് കൊന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ സംഭവവികാസങ്ങളിൽ ഇസ്രയേലിന് പെരുത്ത് സന്തോഷമാണ്. ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് എന്നിവയ്ക്കെതിരെ കുറച്ച് ആഴ്ചകളായിട്ട് പലസ്തീൻ അതോറിറ്റി ആഞ്ഞടിക്കുന്നുണ്ട്. ഇസ്രയേലിന് വലിയ സന്തോഷമാണ്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഇസ്രയേൽ 80 തവണ ആക്രമണം നടത്തിയിരുന്നു. ഈ ജെനിൻ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ 220 പേരെ ഇസ്രയേൽ കൊല്ലുകയും ചെയ്തിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ മഹ്മൂദ് അബ്ബാസിൻ്റെ സംഘടന അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒരു സ്റ്റൂജ് മാത്രമാണ് ഇയാൾ. ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത് PA ഈ ജെനിൻ ക്യാമ്പ് ആക്രമിച്ചത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത്? മഹ്മൂദ് അബ്ബാസും അയാളുടെ റമല്ലയിലെ അതോറിറ്റിയും
പലസ്തീൻകാരെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവർ കരുതുന്നു, മഹ്മൂദ് അബ്ബാസ്. പക്ഷേ അയാൾ ഇസ്രയേൽ അനുകൂലിയും അമേരിക്കൻ അനുകൂലിയുമാണ് എന്ന് അവരെഴുതുന്നു. ജനീനിൽ നിന്ന്, ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 70 കിലോമീറ്റർ അപ്പുറേ ബിർ അൽ വാലിദീൻ മോസ്ക്, അവിടെ പാർക്കുന്ന ജൂതന്മാർ കത്തിക്കുകയുണ്ടായി. ഇസ്രയേലി സെറ്റിലേഴ്സ് കഴിഞ്ഞ ആഴ്ച കത്തിച്ചു. മുർദ ടൗണിലാണത്. പക്ഷേ അതിന് എതിർക്കാനായിട്ട് പലസ്തീൻ അതോറിറ്റി ഒന്നും ചെയ്തില്ല. മഹ്മൂദ് അബ്ബാസ് അതിനെപ്പറ്റി പ്രതികരിച്ചുമില്ല. ഈ വെസ്റ്റ് ബാങ്കിന്റെ പേര് മാറ്റിയില്ലേ, യഹൂദിയയിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പലസ്തീൻ അതോറിറ്റി പലസ്തീനുകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഒരു പ്രതിരോധ ആക്രമണവും അവർ സംഘടിപ്പിച്ചില്ല. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൂടെ ആണ് ഇവർ നിലനിന്നു കൊണ്ടിരുന്നത്. ഇപ്പോൾ 1994 ഈ സംഘടന തുടങ്ങിയ ഇസ്രയേൽ അധിനിവേശത്തെ സഹായിക്കുകയാണ് ഇന്നും പലസ്തീൻ അതോറിറ്റി ചെയ്തിട്ടുള്ളത്. CIA തുടക്കം മുതൽ മഹ്മൂദ് അബ്ബാസിനെ സംഘടനയെ സഹായിച്ചുകൊണ്ടിരുന്നു. CIA ഡയറക്ടർ ജോർജ് ടെനറ്റ് ഈ പലസ്തീൻ അതോറിറ്റി പോരാളികളുടെ നയമൊക്കെ തീരുമാനിച്ചത് അയാളാണെന്ന്. CIA ഡയറക്ടർ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പലസ്തീൻ പോരാളികളെ മുഴുവൻ അടിച്ചമർത്തി ഇതിൻ്റെ സഹായത്തോടുകൂടി. ക്ലിൻ്റൻ്റെ ഭരണകാലത്ത് അബ്ബാസിന് പണം കൊടുത്തു CIA. ഫത്ത ഹമാസ് സംഘർഷം അങ്ങനെയാണ് ഉണ്ടായത്. ഹമാസിനെതിരെ നീങ്ങാൻ ഇയാളെ പ്രേരിപ്പിച്ചു. പലസ്തീൻ അതോറിറ്റിയുടെ സേനയ്ക്ക് ലഫ്റ്റനന്റ് കേണൽ കെയ്ത്ത് ഡെയ്റ്റൺ, അമേരിക്കയുടെ കെയ്ത്ത് ഡെയ്റ്റൺ പരിശീലനം കൊടുത്തു. അവിടെ ചെന്നിട്ട് ക്രമസമാധാനത്തിൻ്റെ പേരിൽ ഇവർ പലസ്തീൻകാരെ പലസ്തീൻ അതോറിറ്റിയും മഹ്മൂദ് അബ്ബാസും വേട്ടയാടി. ഇപ്പോൾ ജനീൻ ക്യാമ്പ് ആക്രമിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇത്രയും ആളുകളെ കൊന്നപ്പോഴും ക്രമസമാധാനത്തിൻ്റെ പേരിലാണ് ഇവർ വിധ്വംസക പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് കൊന്നത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്ക് വേണ്ടി ആവശ്യം വരുമ്പോൾ ഇയാൾ ക്രമസമാധാന പ്രശ്നം പറയും, ലോ ആൻഡ് ഓർഡർ വേർഡ്സായി, എന്നിട്ട് കമാൻഡർമാരെയൊക്കെ തട്ടും. ഇങ്ങനെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസ, ജബലിയ, ഖാൻ യൂനിസ്, ഈ മറ്റേ യഹൂദിയ മുഴുവൻ സിൻവർ ഉണ്ടായിരുന്നത്, അത് അയാളുടെ നാടാണല്ലോ. ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ഇയാൾ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനീൻ ക്യാമ്പുള്ളത്, ജനീൻ ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇത് യഹൂദിയയുടെ വടക്കൻ അറ്റത്ത് ഉള്ള ക്യാമ്പാണ്, ഏറ്റവും അറ്റം. 1953 തുടങ്ങിയ ക്യാമ്പാണ്. ഈ ആളെയാണ് മാർപ്പാപ്പ വിശ്വസിച്ചത്. അതായത് മാർപ്പാപ്പയ്ക്കും മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ജൂതന്മാരുടെ കയ്യിലുണ്ട്. കാരണം ജൂതന്മാർക്ക് മാർപ്പാപ്പയെ ചിലപ്പോൾ മനസ്സിലായി കാണും. അല്ല, മാർപ്പാപ്പ എന്താണ്, യേശു ജൂതനാണെന്നുള്ള കാര്യം ഓർക്കാതിരുന്നത് എനിക്കറിയില്ല. പക്ഷെ മാർപ്പാപ്പ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് നമ്മളല്ല പറയുന്നത്. അർജൻറ്റീനിയൻ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണെന്ന് നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കളാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. ഏതായാലും നമ്മൾ പാപ്പയെക്കുറിച്ച് പറഞ്ഞു. പാപ്പയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ. നമ്മുടെ ഇത് കേട്ട നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാമേന്ദ്ര സാറിൻ്റെയും എൻ്റെയും വക ക്രിസ്മസ് ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.